കാലഘട്ടങ്ങളിലൊക്കെ ഞങ്ങളുടെ ഒരു മാർഗദർശിയായി നിന്നിരുന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹം. ധാരാളം പേരുണ്ടായിരുന്നു, അവരെയൊന്നും ഞാൻ മറക്കുന്നില്ല. പക്ഷെ അതിലെ ഏറ്റവും പ്രമുഖമായി ഞങ്ങൾ കണ്ടിരുന്നത് കോട്ടയിലെ കട്ടിലച്ചനാണ്. ചൂണ്ടുവിരൽ ചൂണ്ടുവാനുള്ളതാണെന്ന് അദ്ദേഹം വളരെ ചെറുപ്പത്തിൽ തന്നെ ഞങ്ങളോടൊക്കെ പറഞ്ഞിട്ടുണ്ട്. ആ വിരൽ ചൂണ്ടിക്കൊണ്ട് തന്നെയാണ് ഞങ്ങളൊക്കെ പോലെയുള്ളവരൊക്കെ ഇപ്പോഴും സമൂഹത്തിൽ നിൽക്കുന്നത്. അത് ഏത് മേഖലയിലുള്ള പ്രശ്നങ്ങളാണെങ്കിലും അവരൊക്കെ വിരൽ ചൂണ്ടാനായിട്ട് എനിക്ക് പ്രചോദനമായത് തീർച്ചയായും കോട്ടയിലെ കട്ടിലച്ചന്റെ പ്രഭാഷണങ്ങളും അദ്ദേഹത്തിന്റെ ജീവിത മാതൃകയും ഒക്കെയാണ്. അദ്ദേഹത്തിന് നിങ്ങളുടെ എല്ലാവരുടെയും പേരിൽ ഞാൻ ഹൃദ്യമായ സ്വാഗതം ആശംസിക്കുന്നു. 2 പ്രഭാഷണങ്ങളാണ് അനുബന്ധമായി നമ്മളതിൽ കണക്കാക്കിയിരുന്നത്. ഒന്ന് ശ്രീ PJJ ആന്റണി. അദ്ദേഹത്തെ മിക്കവാറും ആളുകൾക്കൊക്കെ അറിയാം. കാരണം മാതൃഭൂമി, കലാകൗമുദി പോലുള്ള വാരികകളിൽ അദ്ദേഹത്തിൻ്റെ കഥകൾ വായിച്ചവർ ധാരാളം ഉണ്ടാവും. അതുപോലെ തന്നെ ധാരാളം ഗ്രന്ഥങ്ങൾ അദ്ദേഹം എഴുതിയിട്ടുണ്ട്. സഭയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ വളരെ യുക്തിപൂർണമായ നിലപാടെടുത്തുകൊണ്ട് തന്നെ അദ്ദേഹം ഇടപെടുന്നത് ഞാൻ പലപ്പോഴും കണ്ടിട്ടുണ്ട്. അദ്ദേഹത്തിനും ഞാൻ കൃത്യമായ സ്വാഗതം ആശംസിക്കുന്നു. രണ്ടാമത്തെ പ്രഭാഷണത്തിന് ഉദ്ദേശിച്ചിട്ടുള്ളത് ജോഷി ജോർജിനെയാണ്. ജോഷി ജോർജ് കാർട്ടൂണിസ്റ്റാണ്. അദ്ദേഹം പഴയ കേരള ടൈംസിൻ്റെ ഞായറാഴ്ച പതിപ്പിൻ്റെ എഡിറ്ററായിരുന്നു, സത്യനാഥത്തിൻ്റെ. ഇപ്പം അതൊക്കെ കാലാഹരണപ്പെട്ടു പോയി. ഇപ്പോഴും അദ്ദേഹം ഒരു പത്രത്തിൻ്റെ, ഒരു ചെറിയ പത്രത്തിൻ്റെ എഡിറ്ററായിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. അദ്ദേഹം വരുമെന്ന് പ്രതീക്ഷിക്കുന്നു. അദ്ദേഹത്തിനും ഞാൻ ഹൃദ്യമായ സ്വാഗതം ആശംസിക്കുകയാണ്. തുടർന്ന് സംസാരിക്കാനുള്ളത്, എല്ലാവരും സംഘടനയുമായൊക്കെ ബന്ധമുള്ള ആളുകളാണ്. ജോസഫ് വെളിവിലും ജോർജ് കട്ടിക്കാരൻ തുടങ്ങിയ ആളുകളൊക്കെയാണ്. അത് ഞാൻ കൂടുതൽ സമയം കളയുന്നില്ല. എല്ലാവരെയും കൃത്യമായ ഭാഷയിൽ സ്വാഗതം ആശംസിച്ചുകൊണ്ട് മുഖ്യ പ്രഭാഷണത്തിനായിട്ട് ബഹുമാന്യനായ തേലക്കാട്ടിലച്ചനെ ക്ഷണിക്കുന്നു. എല്ലാവർക്കും വളരെ ഹൃദ്യമായ സ്വാഗതം ശ്രീ പുല്ലൂടൻ നൽകി കഴിഞ്ഞു. എക്സ്ക്യൂസ് മീ, വോളിയം ശരിയല്ല. അതുപോലെ റെക്കോർഡിംഗിന്റെ ബട്ടൺ പ്രൊവൈഡ് ചെയ്യണം പ്ലീസ്. ഞാൻ പറയുന്ന എല്ലാവരും കേൾക്കാമല്ലോ ഇല്ലേ? ഞാൻ പറഞ്ഞോട്ടെ? കേൾക്കാം. ഓക്കെ. ഞാൻ അഡ്രസ് ചെയ്യുന്നത് എല്ലാ സഹോദരീ സഹോദരന്മാരെയുമാണ്. ഇത് ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ 3ാമത്തെ ചാക്രിക ലേഖനത്തെ കുറിച്ചാണ് നമ്മളിവിടെ സംസാരിക്കുന്നത്. അതിൻ്റെ പേര് ഇറ്റാലിയനാണ്, തൂത്തി ഫ്രത്തേലി എന്നുള്ളതാണ്. അതൊരു ഇറ്റാലിയൻ ഭാഷയുടെ പ്രയോഗമാണ്. അത് ഒറിജിനലായിട്ട് ഉപയോഗിച്ചത് ഫ്രാൻസിസ് അസീസിയാണ്. അസീസിയുടെ പ്രയോഗമാണ് ആ ചാക്രിക ലേഖനത്തിൻ്റെ തലക്കെട്ടായി ഭവിച്ചിട്ടുള്ളത്. അതുകൊണ്ട് അതിനകത്ത് എല്ലാ സഹോദരന്മാർ എന്നതിനകത്ത് സഹോദരിമാർ ഉൾപ്പെട്ടില്ല എന്ന് പെണ്ണുങ്ങളിൽ ചിലർ ആരോപിച്ചതായിട്ട് ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്. അത് മനസ്സിലാക്കാവുന്ന കാര്യമാണ്. എന്നാലും മാർപ്പാപ്പ അത് തന്നെ ഉപയോഗിച്ചത് ആ പദപ്രയോഗം ഫ്രാൻസിസ് അസീസിയുടെ ആയിട്ടാണ്. ഫ്രാൻസിസ് അസീസി അതിനകത്ത് എല്ലാ മനുഷ്യ സഹോദരി സഹോദരന്മാരെയും മാത്രമല്ല, സൂര്യനെയും ചന്ദ്രനെയും വെള്ളത്തെയും തീയെയും ഒക്കെ സഹോദരി സഹോദരന്മാരെന്നാണ് അഭിസംബോധന ചെയ്തത്. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഫ്രാൻസിസ് മാർപ്പാപ്പ ഈ ചാക്രിക ലേഖനം ആർക്ക് വേണ്ടി എഴുതി എന്ന ചോദ്യമുണ്ട്. കത്തോലിക്ക സഭയിലെ വിശ്വാസികൾക്കും കത്തോലിക്കർക്കും വേണ്ടി മാത്രം എഴുതിയ, സഭയ്ക്കുള്ളിൽ മാത്രം വായിക്കാൻ എഴുതിയ ഒരു ചാക്രിക ലേഖനമല്ല ഇത്. മറിച്ച് എല്ലാ മനുഷ്യരെയും അഭിസംബോധന ചെയ്തുകൊണ്ട് എല്ലാവരും സഹോദരി സഹോദരന്മാരാണ് എന്ന് പറഞ്ഞ് ആ പറയുന്ന കാര്യത്തിന്റെ പ്രാധാന്യം ആളുകളെ ബോധ്യപ്പെടുത്താൻ, അതിന്റെ ഗൗരവം ആളുകൾക്ക് മനസ്സിലാക്കി കൊടുക്കാൻ എഴുതിയ ചാക്രിക ലേഖനമാണ്. ഇവിടെ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന കാര്യം ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ഒരു കാഴ്ചപ്പാടാണ്.
ഈ കാഴ്ചപ്പാടാണ് ഏറ്റവും പ്രധാനമായി ഈ ചാക്രിക ലേഖനത്തിന്റെ മർമ്മമായി മനസ്സിലാക്കേണ്ടത്. ഈ കാഴ്ചപ്പാട് എന്ത് എന്ന് ചോദിച്ചാൽ, ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തൻ്റെ സഭയിലെ തൻ്റെ ആളുകളെ മാത്രം അഭിസംബോധന ചെയ്ത ലേഖനമല്ലത്, ഒരു പുസ്തകമല്ല. അങ്ങനെ ഓരോരുത്തരുടെയും സമൂഹത്തിൻ്റെയും സമുദായത്തിൻ്റെയും വർഗത്തിൻ്റെയും ജാതിയുടെയും ദേശത്തിൻ്റെയും ഉള്ളിൽ, മതിലുകൾക്കുള്ളിൽ നടന്ന ഒരു സംവേദനം, ഒരു ആശയപ്രചാരണം, ഒരു അഭിസംബോധന അല്ല ഇത് എന്ന് ഉറപ്പായിട്ട് പറയാനാണ് ഞാനത് പറഞ്ഞത്. ഇവിടെ സഹോദരീ സഹോദരന്മാർ എന്ന് പറഞ്ഞാൽ മനുഷ്യ കുടുംബത്തിലെ കാലദേശ വ്യത്യാസമില്ലാതെ എല്ലാവരെയും സഹോദരനും സഹോദരിയും ആക്കുന്ന കാഴ്ചപ്പാടിൽ നിന്നുകൊണ്ടാണ് മാർപ്പാപ്പ നമ്മോട് സംസാരിക്കുന്നത്. ഇത് പാപ്പാ സ്ഥാനത്തിന്റെ ആഗോള സ്വഭാവമുള്ള ഒരു 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 ഉയർച്ചയാണ്, ഒരു 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 ആഗോള സ്വഭാവം ആർജിച്ച ഒരു നേതാവിന്റെ ശബ്ദമാണ് എന്നുകൂടി നമ്മൾ തിരിച്ചറിയണം. ഇതിനകത്ത് ഫ്രറ്റേണിറ്റിയെ കുറിച്ച്, സാഹോദര്യത്തെ കുറിച്ച് മാർപ്പാപ്പ പറയുമ്പോൾ 3 ലോക നേതാക്കന്മാരെ ഉദ്ധരിക്കുന്നുണ്ട്. അത് ഗാന്ധിജിയാണ്, അത് മാർട്ടിൻ ലൂതർ കിങ്ങാണ്, ഡെസ്മണ്ട് ടുട്ടു ആണ്. ഇവരൊക്കെ ഏതെങ്കിലും ഒരു ജാതിയുടെയോ ഏതെങ്കിലും ഒരു മതത്തിന്റെയോ ഏതെങ്കിലും ഒരു സംഘടനയുടെയോ വർഗത്തിന്റെയോ പ്രതിനിധികളായിട്ട് സംസാരിച്ചവരല്ല. അവരൊക്കെ ജനങ്ങളെ, മനുഷ്യരെ ഒരു കുടുംബത്തിന്റെ ആളുകളാണെന്നുള്ള കാഴ്ചപ്പാടിൽ എല്ലാവരോട് അഭിസംബോധന ചെയ്ത ഒരു കാഴ്ചപ്പാടാണ്. ഈ കാഴ്ചപ്പാട് ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. ഇവിടെ മാർപ്പാപ്പ ആഗോള മനുഷ്യ സമൂഹത്തിന്റെ മുഴുവൻ ശബ്ദമായി മാറുന്നു എന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. ഇത് കത്തോലിക്കരുടെ മാത്രമോ മുസ്ലിങ്ങളുടെ മാത്രമോ ഹിന്ദുക്കളുടെ മാത്രമോ ഒന്നും പ്രത്യേക സ്ഥലമല്ല. അങ്ങനെ പ്രത്യേകമായ മതിലുകളും അതിർത്തികളും ഉള്ള ഒരു ലോകത്തിൽ നമ്മൾ ജീവിക്കുന്നു. ആ ജീവിക്കുമ്പോൾ നമുക്ക് വ്യത്യസ്തമായ കാഴ്ചപ്പാടുണ്ടാകണം എന്ന് ലോകത്തോട്, വിഭജിതമായ ലോകത്തോട്, വർഗങ്ങളുടെ ആധിപത്യമുള്ള ലോകത്തോട്, ടെററിസമുള്ള തീവ്രവാദങ്ങളുള്ള ലോകത്തോട്, മൗലികവാദമുള്ള ലോകത്തോടാണ് മാർപ്പാപ്പ ഇത് പറയുന്നത്. ഇത് പറയേണ്ട ഒരു കാലഘട്ടമായിരിക്കുന്നു എന്ന പൂർണ്ണമായ ബോധ്യത്തിൽ നിന്നാണ് ഈ ചാക്രലേഖനം ഉണ്ടാകുന്നത് തന്നെ. അതിന്റെ പശ്ചാത്തലം നമ്മൾ ആദ്യമായി മനസ്സിലാക്കണം. 8 അധ്യായങ്ങളുള്ള 287 ഖണ്ഡികളുള്ള ചാക്രലേഖനമാണ് ഞാൻ ചർച്ച ചെയ്യുന്നത്. ആ ചാക്രലേഖനത്തിന്റെ ആദ്യ ഭാഗം ഈ അഭിസംബോധനയാണ്. എല്ലാ മനുഷ്യരെയും പ്രകൃതിയിലെ എല്ലാത്തിനെയും ഉൾക്കൊള്ളുന്ന ഒരു കാഴ്ചപ്പാടിന്റെ അഭിസംബോധനയാണ് ഈ ചാക്രലേഖനത്തിന്റെ തനിമ എന്ന് എനിക്ക് പറയേണ്ടിയിരിക്കുന്നു. ഇങ്ങനെ ഒരു അഭിസംബോധന ചെയ്ത് മാനവ കുടുംബത്തെ മുഴുവൻ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. മാനവ കുടുംബം മുഴുവൻ ആരെയും പുറത്താക്കാതെ, ആരെയും ഉപേക്ഷിക്കാതെ, വസുദേവ കുടുംബകം എന്ന ഭാരതത്തിന്റെ കാഴ്ചപ്പാട് ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ, നമുക്കറിയാം ഇസ്ലാം മതവും ക്രിസ്തു മതവും യഹൂദ മതവും ആദത്തിന്റെയും ഔവയുടെയും മക്കളാണ് എല്ലാ മനുഷ്യരും എന്ന് വിശ്വസിക്കുന്ന മതങ്ങളാണ്. അങ്ങനെയുള്ള ഒരു കാഴ്ചപ്പാടിൽ നിന്നുകൊണ്ട് മതങ്ങൾക്കും ജാതികൾക്കും വർഗങ്ങൾക്കും ദേശത്തിന് അതീതമായെന്ന് മാർപ്പാപ്പ സംസാരിക്കുന്നു. അങ്ങനെ സംസാരിക്കാനുള്ള പ്രാധാന്യം, അതിന്റെ ഗൗരവമായ സ്വഭാവം എന്താണ് എന്ന് ചോദിച്ചാൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, നമ്മുടെ ഈ സമൂഹം, മാനവ സമൂഹം വളരെയേറെ വിഭജിതമായിരിക്കുന്നു എന്ന സങ്കടകരമായ, വളരെ അപകടകരമായ ഒരവസ്ഥ നമുക്കുണ്ട് എന്നുള്ള യാഥാർത്ഥ്യത്തിൽ ഏറ്റുപറച്ചിലാണ് ഉണ്ടാകേണ്ടത്. നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ടാകും, 1989 ബെർലിൻ വാളിന്റെ പതനം. അത് കഴിഞ്ഞപ്പോൾ ലോകത്തിലേക്കുണ്ടായത് ലോകത്തിന്റെ അവസാനമെന്ന് ഫ്രാൻസിസ് ഫുക്കുയാമ പറഞ്ഞത് നിങ്ങൾ ഓർക്കുന്നുണ്ടാകും. എൻ്റെ ഹിസ്റ്ററി എന്താ? എൻ്റെ ഹിസ്റ്ററി വർഗസമരങ്ങളില്ലാത്ത, സംഘടനകളില്ലാത്ത ലിബറൽ ഡെമോക്രസിയുടെ ആധിപത്യത്തിന്റെ ആധിപത്യം ഉണ്ടാക്കുന്ന ലോകാവസാനം, ലോകത്തിന്റെ അവസാനം എന്നാണ്. അങ്ങനെ ക്യാപിറ്റൽ ലിബറൽ എക്കോണമി, ലോകത്തിൽ മുഴുവൻ ആധിപത്യം പുലർത്തുന്ന ഒരു കാഴ്ചപ്പാടിന്റെ ഭരണം ഉണ്ടായതിന്റെ ശേഷമാണ് ചില പ്രതിസന്ധികളും പ്രശ്നങ്ങളും നമുക്കുണ്ടായത്. കോൾഡ് വാറിന്റെ കാലം അവസാനിച്ചു. ഒരു പ്രത്യയശാസ്ത്രം മാത്രം ലോകത്തെ ഭരിക്കുന്ന ഒരു കാലഘട്ടം സംജാതമായി എന്ന് അവകാശപ്പെട്ട ലോകത്തിലാണ് പ്രതിസന്ധികൾ ഉണ്ടാകാൻ തുടങ്ങുന്നത്.
അത് യുദ്ധങ്ങളാണ്, അത് തീവ്രവാദങ്ങളാണ്, അത് സംഘടനകളാണ്, മൗലികവാദങ്ങളാണ്, അത് ഇസ്ലാമായിട്ട് ബന്ധപ്പെട്ടതാണ്, ഹിന്ദുയിസമായിട്ട് ബന്ധപ്പെട്ടതാണ്, ക്രിസ്ത്യാനിറ്റിയായിട്ട് ബന്ധപ്പെട്ടതാണ്, മതങ്ങളെല്ലാമായിട്ട് ബന്ധപ്പെട്ടതാണ്. അത് അപകടകരമായ തലത്തിലേക്ക് വളരുന്നു എന്നുള്ള ഒരു പ്രതിസന്ധി ലോകം നേരിടുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. നിങ്ങൾ സാമുവൽ ഹണ്ടിങ്ടന്റെ കാര്യം കേൾക്കുക. അദ്ദേഹം പറഞ്ഞത് ഈ കമ്മ്യൂണിസത്തിന്റെ പതനത്തിന് ശേഷം വേറെ വലിയ യുദ്ധത്തിന്റെ സാധ്യതയാണ് അദ്ദേഹം പറഞ്ഞു വെച്ചത്. ഇനിയുള്ള യുദ്ധം ജാതിയുടെ പേരിലാകില്ല, ദേശത്തിന്റെ പേരിലാകില്ല, അത് സിവിലൈസേഷന്റെ യുദ്ധമാണ്, നാഗരികരുടെ യുദ്ധമാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. വരാൻ പോകുന്നത് രണ്ട് ലോകമായി പിരിഞ്ഞ് ലോകം തമ്മിൽ ഏറ്റുമുട്ടുന്ന ഒരു സിവിലൈസേഷണൽ ക്രൈസിസ് ഉണ്ടാകും എന്ന് അദ്ദേഹം സൂചിപ്പിച്ചിരുന്നു. അവിടെ ചൈന അതുപോലെ ഇസ്ലാമിക് വേൾഡും ഒരു ഒരു വശത്തും ക്രിസ്ത്യൻ അല്ലെങ്കിൽ യൂറോപ്യൻ ലോകം വേറൊരു വശത്തും നിൽക്കുകയും യൂറോപ്പിന്റെ ആധിപത്യത്തെ ഗൗരവമായി ചൂഷണം ചെയ്യുകയും ചെയ്യുന്ന ഒരു പ്രത്യേക സംഘടനത്തിന്റെ പ്രതിസന്ധിയെ കുറിച്ച് അദ്ദേഹം പറയുന്നുണ്ട്. ഇങ്ങനെ പ്രതിസന്ധിയെക്കുറിച്ചും ആകുലതകളെക്കുറിച്ചും യുദ്ധത്തെക്കുറിച്ചുമൊക്കെ പ്രവചനങ്ങൾ നടത്തുന്ന ഒരു ലോകം നമ്മുടേതായി മാറിയിരിക്കുന്നു എന്ന യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിയണം. കാരണങ്ങളുണ്ട്. നമുക്കറിയാം, എല്ലാ മനുഷ്യരും ജാതിയുടെ പേര് പറഞ്ഞ്, മതത്തിന്റെ പേര് പറഞ്ഞ്, വർഗത്തിന്റെ പേര് പറഞ്ഞ്, ദേശത്തിന്റെ പേര് പറഞ്ഞ് വിഘടിതമാകുന്ന ഒരു സാമൂഹ്യ അന്തരീക്ഷം നമുക്ക് ചുറ്റുപാടുമുണ്ട്. നമ്മളെല്ലാം ശാസ്ത്രീയമായ സാങ്കേതിക വിദ്യയിലും വളരെയേറെ പുരോഗമിച്ചവരാണ്. നമുക്കിപ്പോ ആരോട് വേണമെങ്കിലും എവിടെ വേണമെങ്കിലും എന്ത് സംവേദനം ചെയ്യാൻ സാധിക്കും. മാർപ്പാപ്പ തന്നെ പറയുന്നുണ്ട്, പ്രകാശ വർഷങ്ങൾക്ക് അപ്പുറത്ത് കഴിയുന്ന ഗ്രഹങ്ങളെ കണ്ടുപിടിക്കാനുള്ള കഴിവ് നമുക്കുണ്ട്. പക്ഷേ അദ്ദേഹം പറയുന്നു, മാർപ്പാപ്പ പറയുന്നു, നമ്മുടെ ചുറ്റും വലം വയ്ക്കുന്ന ആളുകളെ തിരിച്ചറിയാനോ അവരുമായി ബന്ധപ്പെടാനോ നമുക്ക് കഴിയുന്നില്ല. നമ്മുടെ അയൽക്കാരാണെന്ന് അറിയുന്നില്ല, അയൽക്കാരെ സഹോദരനാണെന്ന് അറിയുന്നില്ല. അങ്ങനെ നമ്മുടെ സാമൂഹ്യ മാധ്യമങ്ങൾ സൗഹൃദത്തിൻ്റെതല്ലാതെ വെറുപ്പിന്റെയും വിദ്വേഷത്തിന്റെയും ശണ്ഠയുടെയും വർഗീയതയുടെയും ദേശത്തിന്റെയും ഒക്കെ പേരിലുള്ള വിഭാഗതയുടെയും മാധ്യമങ്ങളായി മാറുന്ന പ്രതിസന്ധി ഉണ്ട് എന്ന് നമ്മൾ തിരിച്ചറിയണം. മാധ്യമങ്ങളെ കുറിച്ച് ടെലിവിഷനുണ്ട്, പത്രമുണ്ട്, മറ്റെല്ലാ മാധ്യമങ്ങളുണ്ട്. അവിടെയും വാർത്തകൾ മനുഷ്യരെ വിമോചിപ്പിക്കുന്നതാണോ, വാർത്ത നൽകുന്നവർ മാധ്യമ പ്രവർത്തകർ മോചനത്തിന്റെ സന്ദേശങ്ങളാണ് നൽകുന്നത് എന്ന് ഗൗരവമായി മാർപ്പാപ്പ ചോദ്യം ചെയ്യുന്നു എന്നുള്ളതും നമ്മൾ തിരിച്ചറിയണം. നിങ്ങൾ ഓർക്കുക, വിയറ്റ്നാം യുദ്ധത്തിൽ ഒരു പെൺകുട്ടി നഗ്നയായി ബോംബ് പൊട്ടിയപ്പോൾ ഓടുന്ന ഒരു ചിത്രമെടുത്ത് ആ ചിത്രം ലോകത്തിന് മുഴുവൻ വിറ്റ ഒരു ഫോട്ടോഗ്രാഫർ ഉണ്ട്. നമ്മുടെ സമൂഹത്തിൽ നമ്മുടെ റോട്ടിൽ ഒരു അപകടമുണ്ടായാൽ, ഒരു ബലാത്സംഗം ഉണ്ടായാൽ, ഒരു ആളുകൾ തല്ലിക്കൊന്നാൽ നമ്മുടെ മാധ്യമപ്രവർത്തകർ എന്ത് ചെയ്യുന്നു എന്ന് ചോദിച്ചാൽ അത് വിറ്റ് അതിനെ ചരക്ക് പോലെ ആക്കി വിറ്റ് അതുകൊണ്ട് ലാഭം ഉണ്ടാക്കുന്ന മൾട്ടിനാഷണൽ കോർപ്പറേഷന്റെ ആ ജോലിക്കാരായി മാറുന്നു എന്നുള്ള ഗൗരവമായ പ്രതിസന്ധിയാണുള്ളത്. നമ്മുടെ ഒരാളെ ഒരു റോട്ടിൽ അടിച്ച് കൊല്ലം കൊടുക്കുമ്പോൾ അടിച്ചയാളെ തടയാനല്ല പോകുന്നത്. കയ്യിൽ ഫോട്ടോ ഉള്ളവരും ക്യാമറയുള്ളവരും ആ ഫോട്ടോ എടുത്ത് ആ ചിത്രത്തെ സൗന്ദര്യമാക്കി കച്ചവടം ചെയ്യാൻ പറ്റുന്ന, അതൊരു വിഷയമാക്കുന്ന, അത് ആരെങ്കിലും പ്രസിദ്ധി ഉണ്ടാക്കാൻ ശ്രമിക്കുന്ന വളരെ ശോചനീയമായ ദുരന്തപൂർണമായ ഒരു സാഹചര്യം നമ്മുടെ ചുറ്റുപാടുണ്ട് എന്ന് ഞാൻ പറയേണ്ടതില്ല. സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്ന വാർത്തകളും സന്ദേശങ്ങളും ആളുകളെ അടുപ്പിക്കാനല്ല അകറ്റാനാണ് കാരണമാകുന്നത്. വെറുപ്പിന്റെയും വിദ്വേഷത്തിന്റെയും ധാരാളം വാർത്തയും ആശയങ്ങളും പ്രചരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് മാർപ്പാപ്പ എല്ലാം സഹോദരന്മാർ എന്നുള്ള ചാക്രിക ലേഖനം അഭിസംബോധന ചെയ്യുന്നത്. ഒറ്റ കാര്യത്തിലാണ്, പ്രിയപ്പെട്ടവരെ, അവിടെയാണ് മാർപ്പാപ്പയുടെ ആഗോള പ്രസക്തിയും പ്രാധാന്യവും നമ്മൾ മനസ്സിലാക്കേണ്ടത്. കത്തോലിക്ക സഭയ്ക്ക് വേണ്ടി വാദിക്കുകയല്ല മാർപ്പാപ്പ, മനുഷ്യന് വേണ്ടി വാദിക്കുകയാണ്. മനുഷ്യന്റെ മഹത്വത്തിന് വേണ്ടി, മനുഷ്യന്റെ ഭാവിക്ക് വേണ്ടി, മനുഷ്യന്റെ അവന്റെ അവകാശങ്ങൾക്ക് വേണ്ടി ശബ്ദിക്കുകയാണ്. ഈ ശബ്ദിക്കൽ തൻ്റെ വിശ്വാസത്തിന്റെ ഐഡന്റിറ്റിയുടെ, അതിന്റെ തനിമയുടെ, അതിന്റെ സ്വത്വത്തിന്റെ അടിസ്ഥാനപരമായ മാനമാണ് എന്നുകൂടി പറയുന്നത് നമ്മൾ ഓർക്കേണ്ടതാണ്. മാർപ്പാപ്പ ഇത് പറയുന്നതിന്റെ പിന്നാലെ പറയുന്നൊരു കാര്യമുണ്ട്.
നല്ല സമരക്കാരൻ്റെ യേശുവിൻ്റെ ഉപമയാണ്. പ്രിയപ്പെട്ട ഒരു അധ്യായം മുഴുവൻ ഈ നല്ല സമരക്കാരൻ്റെ കഥയാണ് മാർപ്പാപ്പ ഇതിൽ ആവർത്തിക്കുന്നത്. എന്താണത് അവിടെ പറയുന്നത്? വഴിപോക്കനെ കുറിച്ചാണ്. വഴിയിൽ ഇറങ്ങിപ്പോയ ഒരു വഴിപോക്കന്റെ കഥയാണ്. അത് ഞാനാകാം, നിങ്ങൾ ഓരോരുത്തരുമാകാം. നമ്മളെല്ലാവരും വഴി നടക്കുന്നവരാണ്. ആ വഴി നടക്കുന്നവന് ഉണ്ടായ ഒരു ദുരന്തത്തിന്റെ, ഒരു അപകടത്തിന്റെ, ഒരു അത്യഹിതത്തിന്റെ, ഒരു 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 വേദനയുടെ കഥയാണ്. ആ കഥയിൽ കഥാപാത്രങ്ങൾ എല്ലാവരും നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ്. ഇവിടെ നമ്മൾ ഇടപെടണം എന്ന് മാർപ്പാപ്പ പറയുമ്പോൾ ആർക്കു വേണ്ടി ഇടപെടണം? ആർക്കു വേണ്ടിയാണ് ഇടപെടണം? ഇങ്ങനൊരു സന്ദർഭത്തിൽ ഇടപെടണം. എവിടെ, എങ്ങനെ ഇടപെടണം, എന്തിനിടപെടണം? ഇതാണ് പ്രശ്നം. ഞാൻ ഇടപെടണം, അത് അവനെ തല്ലിയവനെ കണ്ടെത്തി അവനെ ശിക്ഷിക്കാനോ അതല്ല മാർപ്പാപ്പ പറയുന്നത്. അവനെ ഇടപെടണം എന്ന് പറയുമ്പോൾ അവിടെ കാണേണ്ടത് അതിൽ ഇരയാക്കപ്പെട്ടവന് വേണ്ടി ഇടപെടുക. അതാണ് മതം, അതാണ് ആത്മീയത, അതാണ് മനുഷ്യത്വം. ഇത് പറയാനാണ് മാർപ്പാപ്പ ഈ ചാക്രികലേഖനം എഴുതിയത്. ഇത് ഒരാളുടെ പ്രശ്നമല്ല, ഏതെങ്കിലും നാടിന്റെ പ്രശ്നമല്ല. എല്ലാ നാടിന്റെയും, എല്ലാ ഗോത്രങ്ങളുടെയും, എല്ലാ ദേശങ്ങളുടെയും, എല്ലാ ജാതികളുടെയും, എല്ലാ മതങ്ങളുടെയും പ്രശ്നമാണ്. പ്രിയപ്പെട്ടവരെ, ഇടപെടുക. എന്തിനിടപെടണം? ഇരയായി മാറിയവനെ സംരക്ഷിക്കാൻ ഇടപെടുക. ആ ഇടപെടുന്നതാണ് ദൈവികത, ആ ഇടപെടുന്നതാണ് മതം, അതാണ് ധർമ്മം, അതാണ് ആത്മീയത, അതാണ് പ്രധാനം. ആ ഇടപെടുന്നവൻ ആരായിരുന്നു എന്നുള്ളത്, ആ റൂട്ടിലൂടെ പോയവൻ ആരാണെന്നോ, അവന്റെ പേരെന്താണെന്നോ, അവരുടെ ഊരെന്താണെന്നോ, അവരുടെ ജാതി എന്താണെന്നോ ഒന്നും അവിടെ ചോദ്യമില്ല. അവൻ മനുഷ്യനാണ് എന്നതാണ്. എൻ്റെ സഹോദരനാണ്, എൻ്റെ അയൽക്കാരനാണ്. അയൽക്കാരൻ ആരാണ് എന്ന ചോദ്യത്തിന് യേശു പറഞ്ഞ ഉത്തരമാണത്. അത് ലൂക്കായുടെ സുവിശേഷത്തിൽ മാത്രം പറയുന്ന കഥയുമാണ്. ആ കഥ മാർപ്പാപ്പ ഈ ചാക്രികലേഖനത്തിന്റെ കേന്ദ്രബിന്ദുവായി ഉപയോഗിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ആ കഥയിലാണ് ക്രിസ്ത്യാനിറ്റിയുടെ മർമ്മം ഇരിക്കുന്നത്, ക്രൈസ്തവ വിശ്വാസത്തിന്റെ മർമ്മം. അതുകൊണ്ടാണ് അഗസ്റ്റിൻ പണ്ട് ചോദിച്ചിട്ടുണ്ട്, ദൈവത്തെ സ്നേഹിക്കുന്നു എന്ന് നിങ്ങൾ പറയുമ്പോൾ നിങ്ങൾ ആരെയാണ് സ്നേഹിക്കുന്നതെന്ന്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ നാട്ടിൽ എല്ലാ മതങ്ങളുണ്ട്. എല്ലാ മതങ്ങളും പറയുന്നത് ദൈവത്തെ സ്നേഹിക്കാനാണ്, ദൈവത്തെ ആരാധിക്കാനാണ്, ദൈവത്തെ പുകഴ്ത്താനാണ്. പക്ഷേ ചോദ്യം ഒന്നുകൂടി പറയാം, ദൈവത്തെ നിങ്ങൾ പൂജിക്കുന്നു, ആരാധിക്കുന്നു എന്ന് പറയുമ്പോൾ നിങ്ങൾ ആരെയാണ് ആരാധിക്കുന്നത്, ആരെയാണ് സ്തുതിക്കുന്നത്, ആരെയാണ് ശുശ്രൂഷിക്കുന്നത്? ഒറ്റ ഉത്തരം അതിനുള്ളൂ. ദൈവസ്നേഹവും പരസ്നേഹവും ഒന്നാണ് എന്ന് പറയുന്ന ക്രിസ്ത്യാനിറ്റിയുടെ ഉത്തരം. ക്രൈസ്തവികതയിൽ ഈ നിൽക്കുന്ന മനുഷ്യനെ നീ കാണുന്നില്ലെങ്കിൽ, ഈ മനുഷ്യനെ ദൈവത്തെ കാണുന്നില്ലെങ്കിൽ നീ ദൈവരാജ്യത്തിന് യോഗ്യനല്ല എന്ന് പഠിപ്പിക്കുന്ന സുവിശേഷത്തിന്റെ അനന്യമായ, അതിൻ്റെ സ്വന്തമായ അതിൻ്റെ കാഴ്ചപ്പാട് നമുക്ക് ഈ ലോകത്തിന് എല്ലാവർക്കും വേണ്ടതാണ്. അതെല്ലാ മതങ്ങളും എല്ലാ മനുഷ്യരും ഇതിനെ ആശ്ലേഷിക്കണം. ഇവിടെ ഇരയായി മാറുന്നത് ഞാനാകാം, നിങ്ങളാകാം, ആരുമാകാം. ആ ഇരയെ നോക്കുന്നവന്റെ മതത്തെക്കുറിച്ച് അവിടെ പറയുന്നില്ല, അവരുടെ ജാതിയെക്കുറിച്ച് അവന് സമറിയാക്കാരൻ എന്ന് മാത്രമാണ് യേശു പറഞ്ഞത്. സമറിയാക്കാരൻ ജാതിയിൽ താഴ്ന്നവനാണ്, അവൻ ആഠ്യനല്ല, അവൻ അനാഠ്യനാണ്. അനാഠ്യനാണ് മനുഷ്യത്വം ഉണ്ടായത്. ആ മനുഷ്യത്വമാണ് ദൈവികത. ഈ ദൈവികതയെ കുറിച്ചാണ് മാർപ്പാപ്പ എല്ലാ മതക്കാരോടും മതമില്ലാത്തവരോടും ഒരേ സ്വരത്തിൽ പറയുന്നത്. ഈ മനുഷ്യത്വം നമുക്ക് ആത്മീയമായി ഉണ്ടാകണം. ഈ മനുഷ്യത്വമാണ് മനുഷ്യനെ അംഗീകരിക്കുന്നതിൻ്റെയും ആദരിക്കുന്നതിൻ്റെയും സ്നേഹിക്കുന്നതിൻ്റെയും അടിസ്ഥാനം. ഇതാണ് പറയുന്നത്. പ്രിയപ്പെട്ടവരെ, വളരെ ചുരുക്കമായിട്ട് ഞാൻ എൻ്റെ ആമുഖം പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. ആ ആമുഖത്തോടു കൂടി അത് ഒരു പുതിയ കാഴ്ചപ്പാടാണ്. വളരെ സിമ്പിളായിട്ട് എല്ലാവർക്കും തോന്നാം, വളരെ ലളിതമായി തോന്നാം. അത് ഹിന്ദു പഠിപ്പിക്കാറുണ്ട്, മുസ്ലിം പഠിപ്പിക്കുന്നുണ്ട്, അത് യഹൂദർ പഠിപ്പിക്കുന്നുണ്ട്, എല്ലാവരും പഠിപ്പിക്കുന്നുണ്ട്. ആ പഠിപ്പിക്കുന്നവരെല്ലാം ഈ സാർവത്രികമായ കാഴ്ചപ്പാടിലേക്ക് ഉയരുന്നില്ല എന്നുള്ള ദുഃഖമാണ് നമ്മുടെ സമൂഹത്തിൽ നമ്മൾ കാണുന്ന മതിലുകളും വേലികളും സംഘടിതമായ പ്രവർത്തനങ്ങളും, അതുപോലെ ഫണ്ടമെന്റലിസം, തീവ്രവാദം ഇതൊക്കെ ഉണ്ടാക്കുന്നതാണ്. അവിടെയാണ് നമ്മൾ ഉയർന്ന് ചിന്തിക്കണം.
ആ ഉയർന്നു ചിന്തിക്കുന്നതിന്റെ മാതൃകയായി മാർപ്പാപ്പ മതത്തിന് അതീതമായി, മതങ്ങൾക്ക് അതീതമായി, വർഗങ്ങൾക്ക് അതീതമായി, ജാതീയതയ്ക്ക് അതീതമായി മനുഷ്യനെ മാത്രം കാണുന്ന, മനുഷ്യനെ സഹോദരനായി കാണുന്ന കാഴ്ചപ്പാടുമായി നമ്മുടെ മുമ്പിൽ വന്നിരിക്കുന്നത്. ഇത് ഇന്നത്തെ അടിയന്തരമായ ആവശ്യമാണ്, അനിവാര്യമായ നമ്മുടെ കടമയാണ്. ആ കാഴ്ചപ്പാട് അടിസ്ഥാനങ്ങളെ മുഴുവൻ ഇളക്കുന്നതാണ്. ഇതാണ് ഓർക്കണം, അടിസ്ഥാനങ്ങളെ മുഴുവൻ ഇളക്കുന്നതാണ് ആ കാഴ്ചപ്പാട്. എന്തെല്ലാം അടിസ്ഥാനങ്ങൾ ഇളക്കുന്നു എന്ന് ചോദിച്ചേക്കാം. മാർപ്പാപ്പ ഈ ചാക്രികനെ എഴുതുമ്പോൾ ഞാൻ പറഞ്ഞു, നമ്മുടെ സാമുവൽ ഹണ്ടിങ്ടനെ കുറിച്ച് ഞാൻ പറഞ്ഞു, ഫ്രാൻസിസ് ഫുക്കുയാമയെ കുറിച്ച് പറഞ്ഞു. പ്രിയപ്പെട്ടവരെ, ഇവിടെ ഫ്രാൻസിസ് അസീസിയെ കുറിച്ച് ഒന്ന് പറയണം. ഫ്രാൻസിസ് അസീസി മരിച്ച അദ്ദേഹത്തിന്റെ കബടത്തിൽ പോയി, അസീസിയിൽ പോയി ആ അൽത്താരെ കുർബാന അർപ്പിച്ച് ആണ് ഈ ചാക്രികനെ ഒപ്പുവെച്ചത്. ഫ്രാൻസിസ് അസീസിക്ക് ഒരു പ്രത്യേകത ഉണ്ടായിരുന്നു. ആ പ്രത്യേകതയെ മാർപ്പാപ്പയെ നടത്തിയതാണ്. 2019 ഈ മാർപ്പാപ്പയാണ് UAE അബുദാബിയിൽ ചെന്നിട്ട് ഫെബ്രുവരി മാസം 4-ാം തീയതി ഈജിപ്തിലെ ഗ്രാൻഡ് ഇമാം അഹമ്മദ് അൽ തയ്യിബ് എന്ന അദ്ദേഹവുമായി സുന്നി മുസ്ലിങ്ങളുടെ 1150 കോടിയിലധികമുള്ള സുന്നി മുസ്ലിങ്ങളുടെ ആത്മീയ തലവനാണ് അദ്ദേഹം. അദ്ദേഹവുമായി ഒന്നിച്ച് സാഹോദര്യത്തെ കുറിച്ചുള്ള പ്രസ്താവന എഴുതി അവിടെ പ്രഖ്യാപിക്കുകയുണ്ടായി. അത് മുസ്ലിങ്ങളും ക്രൈസ്തവരും ഒന്നിച്ച് ഒരേ പിതാവിന്റെ മക്കളാണ് എന്ന് ഏറ്റുപറഞ്ഞ സന്ദർഭമാണ്. ഇവിടെ നമ്മൾ ഓർക്കേണ്ടതുണ്ട്, ഫ്രാൻസിസ് അസീസി ഇതുപോലെ കാര്യം ചെയ്ത മനുഷ്യനാണ്, വിശുദ്ധനാണ്. നിങ്ങൾ ഓർക്കുന്ന നല്ലതാണ്, 1194 എദേസ മുസ്ലിങ്ങൾ പിടിച്ചെടുത്തത്. എദേസ എന്ന് പറയുമ്പോൾ നിങ്ങൾ ഓർക്കുന്ന നല്ലതാണ്, സുറിയാനി ക്രിസ്ത്യാനികളുടെ സുറിയാനി വരുന്നത് എദേസയിലെ നിങ്ങൾക്കറിയാം അവിടുത്തെ സുറിയാനി സഭയിൽ നിന്നാണ്. അത് പിടിച്ചെടുത്തതിന്റെ ഫലമായിട്ടാണ് യൗജീൻ മൂന്നാമൻ മാർപ്പാപ്പ കുരിശുയുദ്ധം പ്രഖ്യാപിച്ചത്, 2ാം കുരിശുയുദ്ധം. ആ കുരിശുയുദ്ധം പ്രസംഗിച്ചത് ബെർണാഡോ ക്ലെയർവോ എന്ന് പറയുന്ന സന്യാസ വൈദികനാണ്. കുരിശുയുദ്ധം പ്രസംഗിച്ച ബെർണാഡിനെ അല്ല മാർപ്പാപ്പ പിന്തുടരുന്നത്, അദ്ദേഹത്തെ പിന്തുടരാനല്ല മാർപ്പാപ്പ പറയുന്നത്. ആ കുരിശുയുദ്ധത്തിലും ലൈൻ ഓഫ് കൺട്രോൾ, നിയന്ത്രണ രേഖ വിട്ട് അതിലംഘിച്ച് മുസ്ലിങ്ങളുടെ അടുത്തേക്ക് ചെന്ന് അന്നത്തെ സുൽത്താനായിരുന്ന മാലിക് എൽ തമീലിനെ കണ്ട് സൗഹൃദം 2 പ്രാവശ്യം പോയി കണ്ട് സൗഹൃദം സംസ്ഥാപിച്ച മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളുമായി കുരിശുയുദ്ധത്തിന്റെ പശ്ചാത്തലത്തിൽ സൗഹൃദബന്ധം ഉണ്ടാക്കിയ ആ സന്ദർഭമാണ് ഇവിടെ അനുസ്മരിക്കപ്പെടുന്നത്. ഇവിടെ ഫ്രാൻസിസിനെ പിന്തുടരുന്ന, ഫ്രാൻസിസ് എന്ന ഒരു പേരുള്ള ആദ്യമായി മാർപ്പാപ്പ ഉണ്ടാകുന്ന ആള് ഈ അർജന്റീനക്കാരനായ ആളിൽ നിന്നാണ്. ഇവിടെ നമ്മൾ ഓർക്കുക, ഇത് ചരിത്രത്തിന്റെ ഒരു മുഹൂർത്തമാണ്. പ്രിയപ്പെട്ടവരെ, ഒരു കാര്യം നിങ്ങളോട് ഞാൻ പറയുന്നു, നമ്മൾ കുരിശുയുദ്ധം പ്രസംഗിച്ച ക്ലൈറോയിലെ ബെർണാഡിനെ അല്ല അനുസ്മരിക്കേണ്ടത്, അനുധാവനം ചെയ്യേണ്ടത്. കുരിശുയുദ്ധത്തിന്റെ പശ്ചാത്തലത്തിലും യുദ്ധത്തിന്റെ പരിസ്ഥിതിയിലും അതിർത്തികൾ ലംഘിച്ച് അങ്ങോട്ട് ചെന്ന് സൗഹൃദം ഉണ്ടാക്കിയ ഫ്രാൻസിസ് അസീസിനെയാണ് മാർപ്പാപ്പ അനുധാവനം ചെയ്യുന്നത്. ഇത് വളരെ പ്രധാനപ്പെട്ടതാണ്. ആ പ്രാധാന്യം നമ്മളെല്ലാവരും മനസ്സിലാക്കണം. ഫ്രാൻസിസ് മാർപ്പാപ്പയാണ് ഫ്രാൻസിസ് എന്ന പേര് ആദ്യം എടുക്കുന്ന ഒരു മാർപ്പാപ്പ. പ്രിയപ്പെട്ടവരെ, അത് അർത്ഥപൂർണമാണ്. ഫ്രാൻസിസും മാർപ്പാപ്പയും ഒന്നിക്കുന്ന ഒരു സന്ധിയാണ്, ഒരു സമാസമാണ് നമ്മളിവിടെ കാണുന്നത്. ഈ കാഴ്ചപ്പാടിന്റെ ഫലമായി എല്ലാവരെയും യുദ്ധത്തിന്റെ പശ്ചാത്തലത്തിലും വെറുപ്പിന്റെയും വിദ്വേഷത്തിന്റെ യുദ്ധ പശ്ചാത്തലത്തിലും പാരസ്പര്യത്തിന്റെ പാലം പണിയുന്ന, ബന്ധം സ്ഥാപിക്കുന്ന ഒരു മാർപ്പാപ്പ ലോകത്തോട് വേദനയോടെ പറയുന്നു, നമ്മളെല്ലാവരും ബന്ധുക്കളാണ് എന്ന്, നമ്മളെല്ലാവരും സഹോദരന്മാരാണെന്ന്. പ്രിയ സഹോദരന്മാരെ, ഞാൻ ഫിലോസഫി പഠിക്കുമ്പോൾ എൻ്റെ ടീച്ചർ എന്നോട് ചോദിച്ചൊരു ചോദ്യമുണ്ട്, വേർ ഡു യുവർ ലങ്സ് സ്റ്റാർട്ട്?
നിന്റെ ശ്വാസകോശം എവിടെയാണ് തുടങ്ങുന്നത് എന്ന്. എല്ലാവർക്കും ഉറപ്പുണ്ടോ എന്ന് എനിക്കറിയില്ല. ശ്വാസകോശം നമ്മുടെ ഹൃദയത്തിന്റെ അടുത്തിരിക്കുന്ന പേശിയാണ്, അറയാണെന്ന്. അങ്ങനെയാണെങ്കിൽ എൻ്റെ അടുത്ത വീട്ടിൽ പട്ടി ചത്ത് കിടന്നാൽ ഞാനിതിനാ മൂക്ക് പൊത്തണേ എന്ന് ചോദിക്കാം. കാരണം പട്ടി ചത്ത് കിടക്കുന്നിടത്തും എൻ്റെ മൂക്ക് ആരംഭിക്കുന്നു. എൻ്റെ പ്രൊഫസർ എന്നോട് പറഞ്ഞു, ശ്വാസകോശം ഒരു പേശിയുടെ പ്രശ്നമല്ല, അതൊരു പേശി ഒരു ഗ്രന്ഥിയോ മാത്രമല്ല, അത് തുടങ്ങുന്നത് ശ്വാസം തുടങ്ങുന്നിടത്താണ്. ശ്വാസം തുടങ്ങുന്നിടത്ത് ശ്വാസകോശം തുടങ്ങുന്നുവെങ്കിൽ നമ്മളെല്ലാവരും പരസ്പരം ബന്ധപ്പെട്ടവരാണ്, നമ്മളെല്ലാവരും ബന്ധുക്കളാണ്, നമ്മളെല്ലാവരും സഹോദരന്മാരാണ്. ഈ മഹത്തായ സന്ദേശം എനിക്ക് കിട്ടുന്നത് നല്ല സമറിയാക്കാരുടെ കഥ പറഞ്ഞ യേശുവിൻ്റെ മഹത്തരമായ കാഴ്ചപ്പാടിൽ നിന്നാണ്. ആ കാഴ്ചപ്പാട് മറ്റു മതങ്ങളിൽ ഒന്നും ഇല്ല എന്നല്ല ഞാൻ പറഞ്ഞത്. ഉണ്ടാകും, തീർച്ചയായിട്ടും ഉണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ശങ്കരാചാര്യരുടെ മനീഷ പഞ്ചകം ഞാൻ വായിച്ചിട്ടുണ്ട്. മനീഷ പഞ്ചകം ശങ്കരാചാര്യരുടെ അനുഭവ കഥയാണ്. അദ്ദേഹം കുളിച്ചു പൊട്ടും തൊട്ട് കാശി ക്ഷേത്രത്തിലേക്ക് നടക്കുകയാണ്. നടക്കുമ്പോൾ എല്ലാം വരുന്നത് 4 പട്ടികളും തലയിൽ കള്ളും കൂടമായിട്ടുള്ള ഒരു വേട്ടക്കാരനാണ്, ഒരു താഴ്ന്നവനാണ്, ഒരു ചണ്ടാലനാണ്. ആ ചണ്ടാലൻ അടുത്തു വന്നപ്പോൾ ശങ്കരാചാര്യ പറഞ്ഞു മാറ് എന്ന്. തൊട്ടു തീണ്ടലുള്ളതുകൊണ്ട് ആ മനുഷ്യൻ എഴുന്നേറ്റ് നിന്നിട്ട് ചോദിച്ചു, ഞാൻ മാറാം. 2 ചോദ്യങ്ങൾക്ക് ഉത്തരം പറഞ്ഞാൽ ഞാൻ മാറാമെന്ന് പറഞ്ഞു. അദ്ദേഹം ചോദിച്ചു, പുണ്യനദിയായ ഗംഗയിൽ പ്രതിബന്ധിക്കുന്ന സൂര്യന്റെ ബിംബവും എൻ്റെ അടുത്തുള്ള എൻ്റെ മാടത്തിന്റെ തോട്ടിൽ കാണുന്ന സൂര്യബിംബവും തമ്മിൽ എന്താ വ്യത്യാസമെന്ന്. 2ാമത്തെ ചോദ്യം, അങ്ങയുടെ സ്വർണ്ണ തളികയിൽ നിൽക്കുന്ന ആകാശം എന്ന സ്പേസ് ആണ്, ഇടമാണ്. എൻ്റെ മൺപാത്രത്തിൽ ആകാശം തമ്മിൽ എന്താ വ്യത്യാസമെന്ന്. ഈ 2 ചോദ്യം കേട്ടപ്പോൾ ശങ്കരാചാര്യ പറഞ്ഞു, ക്ഷമിക്കണം, താങ്കളുടെ മുഖത്ത് ഞാൻ കാശിനാഥനെ കാണുന്നു എന്ന്. അങ്ങനെ മനുഷ്യന്റെ മുഖത്ത് ഈശ്വരനെ കാണുന്ന കാഴ്ചപ്പാടുകൾ ഏത് മതത്തിലുണ്ടാകാം. ആ കാഴ്ചപ്പാട് സാർവത്രികമാകണം, എല്ലാവരെയും ആ കാഴ്ചപ്പാടിൽ കാണണം എന്ന വേദനയോടുകൂടിയുള്ള വിലാപമാണ് മാർപ്പാപ്പയുടെ ചാക്രിക ലേഖനം. ഈ ചാക്രിക ലേഖനം പരമ്പരാഗതമായ പല കാഴ്ചപ്പാടുകളെ പൊളിച്ചെഴുതുന്നുണ്ട്. നിങ്ങൾ ശ്രദ്ധിച്ചാൽ അതിനകത്ത് ഒരിടത്ത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഞാൻ ചെറുപ്പത്തിലും അതിനുശേഷവും ജസ്റ്റ് വാർ, നീതിപൂർവമായ യുദ്ധം എന്ന് കേട്ടിട്ടുണ്ട്. മാർപ്പാപ്പ എഴുതി, നീതിപൂർവമായ യുദ്ധം എന്നൊരു യുദ്ധമില്ല, എല്ലാ യുദ്ധവും അക്രമമാണ്, അനീതിയാണ്, ദുരന്തമാണ്. നീതിപൂർവമായ യുദ്ധം എന്ന കത്തോലിക്ക സഭയുടെ ധാർമ്മിക പ്രബോധനത്തെ മാർപ്പാപ്പ ഇല്ലാണ്ടാക്കി. ഡെത്ത് പെനൽറ്റി, തൂക്കിക്കൊല്ലാനുള്ള വിധി, ഒരാളെ കൊല്ലാനുള്ള വിധി, അങ്ങനെ ഒരു വിധി പാടില്ല, ആരെയും കൊല്ലാൻ പാടില്ല എന്ന് പറഞ്ഞ മാർപ്പാപ്പയാണത്. തൂക്കിക്കൊല്ലുന്നതും ശിക്ഷാവിധി, ക്യാപിറ്റൽ പണിഷ്മെന്റ്, ഇമ്മോറലാണ്, ഇൻഹ്യൂമനാണ് എന്ന അർത്ഥശങ്കയില്ലാതെ ഈ മാർപ്പാപ്പ പറഞ്ഞു. പ്രിയപ്പെട്ടവർ, നമ്മൾ ഓർക്കുക, ക്രൈസ്തവ മതവും ഇത്തരം കൊള്ളരുതായ്മ ചെയ്തിട്ടുണ്ട് എന്ന് മനസ്സിലാക്കി ദുഃഖത്തോടും കുറ്റബോധത്തോടും കൂടി ഏറ്റു പറയുന്നതാണ്. യേശു ക്രിസ്തു പറഞ്ഞൊരു കാര്യമുണ്ട്, കള പറിച്ചിട്ട് കള്ളം കടന്നു കളഞ്ഞു എന്ന് ശിഷ്യന്മാർ പറഞ്ഞപ്പോ ശിഷ്യന്മാർ ചോദിച്ചു, ഞങ്ങൾ പോയി കള പറിക്കട്ടെ എന്ന്. യേശു പറഞ്ഞു, കള പറിക്കാൻ നിങ്ങൾക്ക് അവകാശമില്ല, കള അവസാനം ഞാൻ പറിച്ചുകൊള്ളാം. കള പറിക്കരുത് എന്ന് പഠിപ്പിച്ചവനാണ് യേശു. ആരും ഇവിടെ കളയായി ജനിക്കുന്നില്ല, എല്ലാവരും വിളയായി ജനിക്കുന്നവരാ. ഒരു മനുഷ്യനും തിന്മയുടെ മൂർത്തി രൂപമായി മാറുന്നില്ല. എല്ലാവരിലും നന്മയുടെ അംശമുണ്ടെന്ന് നിങ്ങളത് കാണാഞ്ഞിട്ടാണ്. അതുകൊണ്ട് ആരെയും ഈ ലോകത്തിൽ പറഞ്ഞു വിടാൻ നമുക്ക് ആർക്കും അവകാശമില്ല എന്ന് മാർപ്പാപ്പ പറയുന്ന കാര്യമാണ്. പ്രിയപ്പെട്ടവരെ, ഇത് ഗൗരവമായി നമ്മൾ ഇതാണ് മാർപ്പാപ്പ. 3ാമതൊരു കാര്യമുണ്ട്, എല്ലാവരും നമ്മളിവിടെ ഇരിക്കുന്ന എല്ലാവർക്കും സ്വകാര്യ സ്വത്തുണ്ട്. മാർപ്പാപ്പ കത്തോലിക്ക സഭയുടെ സ്വകാര്യ സ്വത്തിനെ സംബന്ധിച്ചുള്ള കാഴ്ചപ്പാട്
പൊളിച്ചെടുക്കുകയാണ്. സ്വകാര്യ സ്വത്ത് എന്ന് പറയുന്നത് ഒരു ഫണ്ടമെന്റൽ റൈറ്റ് അല്ല, പ്രൈമറി റൈറ്റ് അല്ല എന്ന് മാർപ്പാപ്പ പറഞ്ഞു. ഒരു പ്രാഥമിക അവകാശമല്ല. ലോകത്തിലെ പ്രപഞ്ചത്തിലെ എല്ലാ വസ്തുവകകളും എല്ലാ മനുഷ്യ സഹോദരന്മാർക്കും ഉള്ളതാണ്. കാലദേശ വ്യത്യാസമില്ലാതെ എല്ലാവർക്കും അവകാശപ്പെട്ടതാണ്. അതുകൊണ്ട് സ്വകാര്യ സ്വത്ത് അവകാശം രണ്ടാം കിട അവകാശം മാത്രമാണ്, എ സെക്കൻഡറി റൈറ്റ് മാത്രമാണെന്ന് മാർപ്പാപ്പ പറഞ്ഞു. പ്രിയപ്പെട്ടവര്, ഇത് ഓർക്കുമ്പോഴാണ് നമ്മൾ ഓർക്കേണ്ടത്, ഇന്ന് നമ്മൾ ജീവിക്കുന്നത് ഒരു സാമ്പത്തിക വ്യവസ്ഥയിലാണ്. ആഗോളവൽക്കരണം എന്ന് നമ്മൾ പറയാറുണ്ട്. മാർപ്പാപ്പ ആഗോളവൽക്കരണ സിദ്ധാന്തത്തെ എതിർക്കുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അത് ഞാൻ പറയുമ്പോൾ നിങ്ങൾ എല്ലാവരും ഓർക്കേണ്ട കാര്യമുണ്ട്. മാർപ്പാപ്പ ആഗോളവൽക്കരണ സിദ്ധാന്തത്തെ എതിർക്കുന്നുണ്ടോ? നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ മാർപ്പാപ്പയുടെ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ 1993 100-ാം വർഷം എന്ന ചാക്രിക ലേഖനം എഴുതിയത്. ആ ചാക്രിക ലേഖനത്തിൽ ജോൺ പോൾ മാർപ്പാപ്പ പറഞ്ഞു, നിയന്ത്രിതമായ കമ്പോള വ്യവസ്ഥിതി ലോകത്തിന്റെ ഭാവിക്ക് നല്ലതാണ് എന്ന്. നിയന്ത്രിതമായ കമ്പോള വ്യവസ്ഥിതി, മാർക്കറ്റ് എക്കോണമി, ഒരു ക്യാപിറ്റലിസ്റ്റിക് എക്കോണമി, ലിബറൽ എക്കോണമി, അത് കൺട്രോൾഡ് ആണെങ്കിൽ ഭാവിയുടെ മാർഗം അതാണെന്ന് പറഞ്ഞു. എന്നാൽ പ്രിയപ്പെട്ടവരെ, ഫ്രാൻസിസ് മാർപ്പാപ്പ ഈ ചാക്രലേഖനത്തിൽ പറയുന്നത് അതല്ല. ഈ കമ്പോള വ്യവസ്ഥിതി നിയന്ത്രിക്കാനാകാത്ത വിധത്തിൽ വളർന്നിരിക്കുന്നു, നിയന്ത്രിക്കാനാകില്ല എന്നുള്ളതാണ്. കാരണം കമ്പോള വ്യവസ്ഥിതി ഒരു അറിവിന്റെ വിജ്ഞാനമായി മാറിയിരിക്കുന്നു. നമ്മുടെ സമൂഹത്തിന്റെ നന്മയ്ക്കും ഭാവിക്കും വേണ്ടിയുള്ള ഏകമായ അറിവ് കമ്പോളത്തിന്റെ എക്കണോമിക്സ് ആണ് എന്നതാണ് കമ്പോള വ്യവസ്ഥയുടെ അടിസ്ഥാന പ്രമാണം. അവിടെ എന്താണ് ഈ കമ്പോളത്തിന്റെ അറിവിന്റെ അടിസ്ഥാനം എന്ന് ചോദിച്ചാൽ, എക്കണോമിക്സിന്റെ അടിസ്ഥാനം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒറ്റ കാര്യം, സ്വകാര്യ താല്പര്യം, പ്രൈവറ്റ് ഇൻട്രസ്റ്റ്. സ്വകാര്യ താല്പര്യത്തിൽ മാത്രം അടിസ്ഥാനമാക്കിയുള്ള ഒരു കമ്പോള വ്യവസ്ഥിതി, ആ കമ്പോള വ്യവസ്ഥിതിയെ ഒരാൾക്കും നിയന്ത്രിക്കാനാവാത്ത ഒരവസ്ഥയിലേക്ക് വരികയാണ്. കമ്പോള വ്യവസ്ഥിതിയാണ് മറ്റെല്ലാത്തിനെയും നിയന്ത്രിക്കുന്നത്. അതുകൊണ്ട് പൊളിറ്റിക്സ് തന്നെ, രാഷ്ട്രീയം തന്നെ അസ്ഥാനത്തും അപ്രസക്തവുമായി മാറി. പൊളിറ്റിക്സ് നിയന്ത്രിക്കേണ്ടത് കമ്പോളമാണ്, കമ്പോളത്തെ നിയന്ത്രിക്കാൻ പൊളിറ്റിക്സ് വരാൻ പാടില്ല. ഇതാണ് ഇന്നത്തെ ലോകത്തിന്റെ അവസ്ഥ. അതുകൊണ്ട് കമ്പോളം നിശ്ചയിക്കുന്ന കമ്പോളത്തിന്റെ ലോജിക്കും യുക്തിയും അനുസരിച്ചായിരിക്കണം. അത് മാർക്കറ്റിന്റെ യുക്തിയാണ്. ആ യുക്തിയാണ്, അത് പറഞ്ഞു തരുന്നതാണ് ഒന്നാം ലോകത്തിലെ രാജ്യങ്ങൾ, അത് പറഞ്ഞു തരുന്നതാണ് ആഗോള സാമ്പത്തിക സ്ഥാപനങ്ങൾ, വേൾഡ് ബാങ്ക് തുടങ്ങിയവ. അവരെ മാത്രമാണ് അനുസരിക്കേണ്ടത്, കമ്പോളത്തെ മറ്റാരെയും അനുസരിക്കേണ്ടതില്ല. ഈ കമ്പോളത്തിന്റെ ആധിപത്യം അത് അപകടകരമായ ഐഡിയോളജിയാണ് എന്നാണ് മാർപ്പാപ്പ പറയുന്നത്. മോണോക്രോം, ഏകവർണ്ണത്തിന്റെ ആധിപത്യമാണ്. അത് വൈദേശികമായ ഒരു കൾച്ചറിന്റെയും ഒരു കാഴ്ചപ്പാടിന്റെ ആധിപത്യമാണെന്ന് കൂടി മാർപ്പാപ്പ പറഞ്ഞിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ചുറ്റുപാടും നടന്നു നോക്കുക. നമ്മുടെ മനുഷ്യർ ഇപ്പൊ നടക്കുന്ന അതിന്റെ വേഷവിധാനങ്ങൾ, ശൈലികളെല്ലാം തികച്ചും ആഗോളവൽക്കരണത്തിന്റെയാണ്. അത് പാശ്ചാത്യവൽക്കരണമായി മാറിയിരിക്കുന്നു. ഫലമായി എന്തുണ്ടാകുന്നു? എല്ലാ സംസ്കാരങ്ങളും ഇല്ലായ്മ ചെയ്യപ്പെടുന്നു. എല്ലാ ദേശീയതകളും എല്ലാ സാംസ്കാരിക തനിമകളും ഇല്ലാതാക്കപ്പെടുന്നു. അതുകൊണ്ട് മാർപ്പാപ്പ പറയുന്നത് ഏകമായ കമ്പോളത്തിന്റെ ആധിപത്യം ഒരു കാരണവശാലും ധാർമ്മികമല്ലെന്നും ശരിയല്ലെന്നും മാർപ്പാപ്പ ഉറച്ചു പറയുന്നു എന്നതാണ് ഈ ചാക്രിക ലേഖനത്തിന്റെ പ്രസക്തി. രാഷ്ട്രീയം പ്രധാനമാണെന്നും രാഷ്ട്രീയമാണ് അതിനകത്ത് ധാർമ്മികത, അത് പരോപകാരത്തിന്റെ ഒരു തലമാണെന്നും പരോപകാരത്തിന്റെ തലമായി രാഷ്ട്രീയ പ്രവർത്തനം ആകാമെന്നും ആ രാഷ്ട്രീയ പ്രവർത്തനം പല വിധത്തിൽ പ്രോത്സാഹിപ്പിക്കണമെന്നും രാഷ്ട്രീയമാണ് കമ്പോളത്തെ എല്ലാം നിശ്ചയിക്കേണ്ടതെന്നും നിയന്ത്രിക്കേണ്ടതെന്നും ആണ് മാർപ്പാപ്പ എന്ന ഈ സാമ്പത്തിക വ്യവസ്ഥയെക്കുറിച്ചുള്ള വിമർശനത്തിൽ പറയുന്നത്. ഇവിടെ എല്ലാവരും ഓർക്കേണ്ട കാര്യം, കമ്പോളമല്ല നമ്മൾ ഭരിക്കേണ്ടത്, നാം കമ്പോളത്തെ ഭരിക്കണം. കമ്പോളം ഭരിക്കുന്ന കുടുംബങ്ങൾ, സമൂഹങ്ങൾ, മതങ്ങൾ ഒക്കെ ഉണ്ടാകുന്നു. മതം തന്നെ മാർക്കറ്റ് എക്കോണമി കൊണ്ട് രൂപീകൃതമാകുന്ന അപവൈകൃതങ്ങളിലേക്ക് മാറിപ്പോകുന്ന അപകടകരമായി ഹെൽത്ത് ആൻഡ് വെൽത്തിന്റെ സുവിശേഷമായി ക്രൈസ്തവ സുവിശേഷം മാറ്റുന്ന ഉണ്ട് എന്നത് തിരിച്ചറിയേണ്ടതാണ്.
അവസാനമായിട്ട് എനിക്ക് പറയാനുള്ളത് അവസാനത്തെ അധ്യായത്തെ കുറിച്ച് തന്നെയാണ്. ഈ അധ്യായമാണ് 8-ാം അധ്യായത്തിലാണ് മതങ്ങളെ കുറിച്ച് പറയുന്നത്. ഈ മതങ്ങളെ കുറിച്ച് പറയുന്നിടത്ത് ഒരു വാചകം ഞാൻ ഉച്ചരിക്കാൻ ആഗ്രഹിക്കുന്നു. The church esteems ways in which God works in other religions. പ്രിയപ്പെട്ടവരെ, 2-ാം മത്തിയ സൂര്യദോസ് 1965 ഉണ്ടായത്. 55 വർഷങ്ങൾ കഴിഞ്ഞു സൂര്യദോസ് നടന്നിട്ട്. അന്ന് പാസ്സാക്കിയ പ്രമാണരേഖയിൽ ഈ പറഞ്ഞത് പ്രമാണരേഖയിൽ നിന്ന് വ്യത്യസ്തമാണ് എന്നാണ് ഞാൻ കരുതുന്നത്. പ്രമാണരേഖയിൽ മതത്തിനുള്ളിലെ നല്ലതും വിശുദ്ധമായ കാര്യങ്ങൾ സ്വീകാര്യമാണ് എന്നാണ് പറഞ്ഞു വെച്ചത്. മറിച്ച് ഈ മാർപ്പാപ്പ പറയുന്നത് എല്ലാ മതങ്ങളും ദൈവത്തിന്റെ പ്രവർത്തനങ്ങളാണ് എന്നതാണ്. പഴയ 2-ാമത്തെ സൂര്യദോസത്തിന്റെ പ്രമാണ രേഖകൾ അനുസരിച്ച് വെളിപാട് എന്ന് പറയുന്നത് ക്രിസ്തുവിൽ മാത്രം നൽകപ്പെട്ട വെളിപാടാണ്. ഇവിടെ മാർപ്പാപ്പ അർത്ഥമാക്കുന്നത് അതാണ്. എങ്കിലും അവിടെ ഉപയോഗിക്കുന്ന വാക്കുകളിൽ വ്യത്യാസമുണ്ട്. വെളിപാട് എന്ന വാക്ക് പഴയ 2-ാം അധ്യായ സൂര്യദോസത്തിന്റെ ഭാഷയിൽ ഇല്ല. പക്ഷേ മാർപ്പാപ്പ ഇവിടെ പറയുന്നത് ദൈവത്തിന്റെ പ്രവർത്തനങ്ങൾ മതങ്ങളിൽ നടക്കുന്നു എന്ന് പറയുമ്പോൾ വ്യാപകമായ ഒരു കാഴ്ചപ്പാടുണ്ട്. അതിനെയാണ് നമ്മൾ മനോഹരമായി കാണേണ്ടത്. അവിടെ ക്രൈസ്തവരുടെ തനിമ, ക്രൈസ്തവാസത്തിന്റെ തനിമ എന്ന് പറയുന്നത് മനുഷ്യ സാഹോദര്യത്തെ കുറിച്ചുള്ള തനിമയാണ്. അതെല്ലാവരെയും ഉൾക്കൊള്ളുന്ന, അതാണ് കത്തോലിക്കം എന്ന് പറഞ്ഞാൽ കത്ത ഓലോസ് എന്ന 2 ഗ്രീക്ക് വാക്കിൽ നിന്നവർ എല്ലാവരെയും സംബന്ധിക്കുന്നതെന്നാണ്. ആരെയും ഒഴിവാക്കാതെ, ആരെയും പുറത്താക്കാതെ, ആരെയും കളയാക്കാതെ, അവരെയും പറിച്ചു നീക്കാതെ എല്ലാവരെയും ആശ്ലേഷിക്കുന്ന ഒരു കാഴ്ചപ്പാടിന്റെ മനുഷ്യരാകണം എന്നതാണ് ഈ ചാക്രിക ലേഖനം നമ്മോട് പറയുന്നത്. നമുക്ക് പ്രശ്നങ്ങൾ ഉണ്ടാകാം, പ്രതിസന്ധികൾ ഉണ്ടാകാം. എല്ലാം കുടുംബത്തിനകത്ത് ചർച്ച ചെയ്ത് പരിഹരിക്കാനുള്ള മനുഷ്യത്വത്തിന്റെ ഉയർച്ചയും മഹത്വവും നമുക്കുണ്ടാകണം. ഈ മഹത്വത്തിലേക്കാണ് നമ്മളെല്ലാവരും വരുന്നതും വരേണ്ടതും. ദൈവത്തിന്റെ മഹത്വം എന്ന് പറയുന്നത് മനുഷ്യന് മഹത്വം ഉണ്ടാക്കുന്നതാണ് എന്നാണ് ഈ പറഞ്ഞതിൻ്റെ അർത്ഥം. ഇവിടെയാണ് മാർപ്പാപ്പയുടെ തനിമയാർന്ന ഈ കാഴ്ചപ്പാട് നമ്മളെല്ലാവരെയും ബാധിക്കുന്നതാണ്. അത് ക്രിസ്ത്യാനിയെ മാത്രം ഉൾക്കൊള്ളുന്നതല്ല, ഹിന്ദുവിനെയും മുസൽമാനെയും എല്ലാവരെയും, മതമുള്ളവരെയും ഇല്ലാത്തവരെയും എല്ലാവരെയും ഒന്നിച്ച് ആശ്ലേഷിക്കുന്ന, എല്ലാവരെയും തൊടുന്ന. ഞാൻ പറയും, തോമാസ് ലീഗ നിർബന്ധം പിടിച്ചത് ഒന്ന് തൊടണമെന്നാണ്. തൊടാനാണ് നിർബന്ധം പിടിച്ചത്. ആ തോമസ് ആവശ്യപ്പെട്ടത് ഒരൊറ്റ കാര്യമാണ്. സുവിശേഷം, യേശുവിൻ്റെ സുവിശേഷം എല്ലാവരെയും തൊടുന്നതാകണം. ആരും അന്യരല്ലാത്ത, ആരും തൊട്ടുകൂടാത്തവരില്ല, ആരും തീണ്ടിക്കൂടാത്തവരില്ല, ആരും സാഹോദര്യത്തിന് പുറത്തല്ല, എല്ലാവരും അകത്ത് സഹോദരങ്ങളായി സ്വീകരിക്കുന്ന ഒരു സഭയും സമൂഹവും സംഭ്രാതൃത്വവും സാഹോദര്യവും നമ്മുടെ നാട്ടിലും സഭയിലും സമൂഹത്തിലും സർവദേശങ്ങളിലും ഉണ്ടാകുക. അതിനുവേണ്ടി മനുഷ്യത്വത്തിൻ്റെ സ്വരമായി മാർപ്പാപ്പയുടെ സ്വരം മാറുന്നു എന്നതാണ് ഈ ചാക്രിക ലേഖനത്തിൻ്റെ പ്രത്യേകത, അതിൻ്റെ അനന്യത, അതിൻ്റെ മഹത്വം, അതിൻ്റെ സവിശേഷത. അത് നമ്മളെല്ലാവരും ഉൾക്കൊള്ളണം. അത് വേലികൾ പൊളിക്കുന്നതാണ്. പരസ്പരം അകറ്റുന്ന വേലികൾ പൊളിക്കുകയും അകറ്റുന്ന ഭാഷ വേണ്ടെന്ന് വയ്ക്കുകയും എല്ലാവർക്കും മനസ്സിലാകുന്ന ഭാഷ, അത് സ്നേഹത്തിൻ്റെ ഭാഷയാണ്, പരിശുദ്ധാത്മാവിൻ്റെ ഭാഷയാണ്. ആ ഭാഷ എല്ലാവരെയും ആശ്ലേഷിക്കുന്ന ഭാഷയാണ്. ഭാഷ മനുഷ്യനും ദൈവവും തമ്മിലുള്ള ഉടമ്പടി തന്നെയാണ്. അതാണ് എൻ്റെ മുമ്പിൽ വരുന്ന നിങ്ങൾ ഓരോരുത്തരും ഈ ഞാൻ പറയുന്നത് കേൾക്കുമ്പോൾ, നിങ്ങൾ പറയുന്നത് ഞാൻ കേൾക്കുമ്പോൾ ഉണ്ടാകുന്നത് പരസ്പര വിശ്വാസത്തിൻ്റെ ഉടമ്പടിയിലാണ്. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ടാണ് സുവിശേഷത്തിലും ക്രൈസ്തവ വിശ്വാസം പറയുന്നത് അവരൻ്റെ മുഖമാണ് ദൈവത്തിൻ്റെ ദർശനമുഖം. അപരൻ, ബലഹീനൻ വന്നിട്ട് എൻ്റെ മുമ്പിൽ കൈനീട്ടിയിട്ട് ചോദിക്കുന്നത് ഒന്നു മാത്രമാണ്, കാശല്ല,
ഒറ്റ കാര്യം ചോദിക്കുന്നു, ധർമ്മം തരണേ എന്നാണ്. കൊടുക്കേണ്ടത് ധർമ്മമാണ്, മനുഷ്യത്വമാണ്, നീതിയാണ്, മഹത്വമാണ്, മനുഷ്യത്വമാണ്. അത് കൊടുക്കാൻ നമ്മുടെ ഇതുപോലുള്ള ഈ ചാപ്പിലെ ലേഖനങ്ങളും മനുഷ്യനെ സ്നേഹിക്കുന്ന മനുഷ്യത്വമുള്ള ഈ കാഴ്ചപ്പാടുകളും സ്വന്തമാക്കുക. അത് നമ്മുടെ ഇടയിലുള്ള വേലികൾ കുറയ്ക്കട്ടെ. വേലികൾക്ക് അതീതമായി സ്നേഹിക്കാനും ബന്ധപ്പെടാനും സാഹോദര്യത്തോടെ എല്ലാവരെയും ആശ്ലേഷിക്കുക. സാഹോദര്യം ആര് ദുഃഖിച്ചാലും ആ ദുഃഖത്തിൽ പങ്കുചേരുകയും ദുഃഖമകറ്റാൻ ഇറങ്ങിപ്പുറപ്പെടുകയും ചെയ്യുന്ന നമ്മുടെ ജീവിതമാണ്. എൻ്റെ ജീവിതം ദുഃഖിക്കുന്നതിലേക്കുള്ള പുറപ്പാട് യാത്രയാണ്. ദുഃഖമകറ്റാൻ ഇറങ്ങിപ്പുറപ്പെടുമ്പോഴാണ് ഞാൻ ക്രിസ്ത്യാനിയാകുന്നത്, ഞാൻ മനുഷ്യനാകുന്നത്. ഭാരതത്തിൽ മനോഹരമായ കവിയെക്കുറിച്ച് നിർവചനമുണ്ട്. അത് രുധിതാനുസാരി കവി എന്നാണ്. വേദനിക്കുന്ന വിലാപത്തിൻ്റെ പിന്നാലെ പോകുന്ന കവിനവനാണ് കവി. വിലാപത്തിൻ്റെ പിന്നാലെ പോകുന്നവനാണ് കവി. പ്രിയപ്പെട്ടവരെ, നമ്മളെല്ലാവരും കാവ്യഹൃദയമുള്ളവരാണ്. വിലപിക്കുന്നവൻ്റെ വിലാപം കേൾക്കുകയും അവിടേക്ക് ഇറങ്ങിച്ചെല്ലുകയും ചെയ്യുന്ന സമറിയക്കാരനാകാൻ എല്ലാവർക്കും കഴിയട്ടെ എന്ന് ആശംസിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്കെല്ലാവർക്കും നന്ദി പറയുന്നു. നിങ്ങളെല്ലാവരും ഈ വിധത്തിൽ മനുഷ്യത്വം പേറുന്ന ദൈവങ്ങളാകാനും ദൈവങ്ങളായ പോലെ മറ്റുള്ളവർക്ക് ശുശ്രൂഷ നൽകാൻ. ദൈവം ഈ റോട്ടിൽ വന്ന് തല്ലുകൊണ്ട് എടുത്തുകൊണ്ട് പോകാൻ വരില്ല. ഞാൻ പോകണം, നിങ്ങൾ പോകണം. ഞാനും നിങ്ങളും അയക്കപ്പെട്ടവരാണ്. അയക്കപ്പെട്ടത് ഈ റോട്ടിലേക്കാണ്, ജീവിതത്തിൻ്റെ ഈ പാതയിലേക്കാണ്, ജീവിതത്തിൻ്റെ ഈ വഴിനടപ്പിലേക്ക്. അവിടെ ദുഃഖിക്കുന്നവരുണ്ടാകാൻ, വേദനിക്കുന്നുണ്ടാകാൻ, ആ വേദന സ്വന്തം വേദനയായി മനസ്സിലാക്കി അങ്ങോട്ട് ഇറങ്ങിച്ചെന്ന് അവന് എടുത്ത് സത്രത്തിലാക്കുകയും അവന് ശുശ്രൂഷിക്കുകയും ചെയ്യുന്നതിലാണ് ആത്മീയത, അതിലാണ് മതം, അതിനകത്താണ് മനുഷ്യത്വം. ഈ മനുഷ്യത്വത്തിലേക്കും ആത്മീയതയിലേക്കും എല്ലാവർക്കും വളരാൻ കഴിയട്ടെ. അത് നമ്മെ ആരിൽ നിന്നും അകറ്റാതിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം. വളരെ വിപുലമായ വിഷയം വളരെ ലളിതമായ ഭാഷയിൽ അവതരിപ്പിച്ചു. അദ്ദേഹത്തിന് പ്രത്യേകം അഭിവാദ്യം ഈ സമയത്ത് അർപ്പിക്കുകയാണ്.